അതേസമയം തന്നെ ഈ കൊച്ചി തീരത്ത് MSC എൽസ 3 എന്ന ഈ കൂറ്റൻ ചരക്ക് കപ്പൽ ചരിയുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. കൊല്ലത്ത് നിന്നുള്ള മത്സ്യത്തൊഴിലാളി രഞ്ജിത്ത് പകർത്തിയ ദൃശ്യങ്ങളാണിത്. രഞ്ജിത്താണ് കപ്പൽ ചരിയുന്നത് ആദ്യമായി കണ്ടത്. ആ ദൃശ്യങ്ങളിലേക്ക് ശനിയാഴ്ച ഉച്ചയോടുകൂടിയിട്ടാണ് ഇത്തരത്തിൽ ലൈബീരിയൻ ചരക്ക് കപ്പൽ കൊച്ചി തീരത്തിനടുത്ത് വെച്ച് അടിഭാഗം തകർന്ന് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ചരിയുകയാണ് ഉണ്ടായത്. കൊല്ലത്ത് നിന്നുള്ള ഒരു മത്സ്യത്തൊഴിലാളിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പകർത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിട്ടുള്ളത്. പിന്നീട് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് പരാജയപ്പെടുകയായിരുന്നു. കപ്പൽ പൂർണ്ണമായും തകർന്ന് മുങ്ങിത്താഴ്ന്നു ഇന്നലെയോടുകൂടി. അതേസമയം ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ അതിപ്പോൾ കൊല്ലം ആലപ്പുഴ തീരത്തേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയുടെ തീരത്തേക്ക് 2 കണ്ടെയ്നറുകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ വന്നതിനകത്ത് നിന്ന് ഓറഞ്ച് നിറത്തിലുള്ള ബോക്സുകൾ പുറത്തേക്ക് വന്നതൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ടെക്സ്റ്റൈൽ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസംസ്കൃത വസ്തുക്കളാണ് എന്നുള്ളതാണ് പ്രാഥമികമായും നൽകുന്ന വിവരം. ഇതിപ്പോൾ കടലിൽ പതിച്ചിട്ടുള്ള എല്ലാ കണ്ടെയ്നറുകളിലും രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള വസ്തുക്കളല്ല, അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട വസ്തുക്കളല്ല എല്ലാ കണ്ടെയ്നറുകളിലും ഉള്ളത്. പല തരത്തിലുള്ള വസ്തുക്കൾ പല പല കണ്ടെയ്നറുകളിലായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിൽ ഇപ്പോൾ ആലപ്പുഴ വലിയഴീക്കലിൽ വന്നിട്ടുള്ള കണ്ടെയ്നറിൽ ഇത്തരത്തിലുള്ള ഓറഞ്ച് നിറത്തിലുള്ള ബോക്സുകളുള്ള ഒരു കണ്ടെയ്നറാണ് വന്നിട്ടുള്ളത്. തുണിത്തരങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആശങ്കപ്പെടേണ്ട മറ്റ് സാഹചര്യമില്ല. പക്ഷേ പൊതുജനങ്ങളെ ഈ മേഖലയിലോട്ട് അടുപ്പിക്കുന്നില്ല. പോലീസ് അടക്കമുള്ള അധികൃതർ അവിടെയുണ്ട്.